ഇവർ കുറേ ദിവസങ്ങളായിട്ട് വീട്ടിൽ വന്നിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരാഴ്ചത്തെ എന്തോ അടവ് മുടങ്ങിയതും പുറമുണ്ട് വീട്ടിൽ അമ്മയെ വിളിച്ചിട്ടും അനിയനെ വിളിച്ചിട്ടും ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഒരു കാരണമാണ് അവർ പോയത്. അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള അല്ലാതെ ഇവരാണെങ്കിൽ ശനിയാഴ്ച ദിവസം എനിക്ക് അടുത്ത് ജോലിക്ക് പോകേണ്ടായിരുന്നു. ആദ്യം അവർ പിടിച്ചു നിർത്തുന്നത് എന്നെയാണ്. ഞാനവരോട് പറഞ്ഞതുപോലെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്, ഇവിടെ പോയിട്ട് നിൽക്കുവാണ്. ഇവരാണെങ്കിൽ എന്നെ വിട്ടില്ല. ഒരു ഉച്ച വരെ അവരെന്നെ അവിടെ പിടിച്ചു നിർത്തി. ഞാൻ പിന്നെ എവിടെ നിന്നെങ്കിലും പൈസ റെഡിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു. അപ്പോഴും അവർ പറഞ്ഞപ്പോൾ നിങ്ങൾ പൈസ തന്നിട്ട് എവിടെ വെച്ചാൽ പോകും, അത് കഴിഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും പൊക്കോ, ഞങ്ങളുടെ പൈസ കിട്ടണം, പൈസ തന്നാലേ പോവുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മയെ കുറേ വിളിച്ചു എന്ന് പറഞ്ഞു. അമ്മ എന്തായാലും ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. എന്നെയും കൊണ്ട് വിളിപ്പിച്ചു. അവർ അമ്മൂമ്മയെ നോക്കാനായിട്ട് നിന്നതാണ്. അമ്മൂമ്മ വയ്യാണ്ട് അവിടെ ഇരിക്കുവാണ്. അപ്പോൾ അച്ഛനും അമ്മയോട് അങ്ങോട്ട് പോയതാണ്. അത് കാരണമാണ് ഇവർക്ക് അടയ്ക്കാനുള്ള ഒരു അടവൊന്ന് ഡിലേ ആയിപ്പോയത്. ആദ്യമേ ഞാൻ പോകുന്ന സമയത്ത് ആദ്യം ഒരാൾ വന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരാൾ കൂടി വന്നു, പിന്നെ ഒരു 3 പേര് വന്നു. മൊത്തം 5 പേരുണ്ടായിരുന്നു ഞാൻ പോകുന്ന സമയത്ത്. അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ വെച്ചാൽ പൊക്കോ എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ തടഞ്ഞു നിർത്തി. ആദ്യമേ അവർ വന്നപ്പോൾ ഞാൻ സാധനം എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു വീട്ടിലോട്ട്. ഞാനും ആദ്യമേ അവിടെ ആയിരുന്നു. വന്ന് എൻ്റെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇവരാണെങ്കിൽ ആദ്യമേ ഒരാൾ വന്നു, എന്നിട്ട് പറഞ്ഞ് പൈസ പൈസ തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊരു ഹോസ്പിറ്റൽ കേസാണ്, അമ്മ വന്നു കഴിയുമ്പോൾ പൈസ കൊണ്ട് തന്നോളും, അല്ലെ നിങ്ങൾക്ക് അവിടെ ഓഫീസിലായാലും കൊണ്ട് തന്നേക്കാം എന്ന് പറഞ്ഞായിരുന്നു. ഇവർക്ക് പറ്റത്തില്ല, അവർക്ക് പൈസ കിട്ടാണ്ട് അവർ പോകുന്നില്ല. ഈ ഒറ്റ അടവ് മുടങ്ങേണ്ടി ആയിരുന്നു, അങ്ങനെയാണ് പറഞ്ഞത് എന്നോട്. കഴിഞ്ഞ ആഴ്ച തരേണ്ട പൈസയാണ്, ഒരാഴ്ചയായി പൈസ കിട്ടിയിട്ടില്ല. അതാണ് അവർ പറഞ്ഞിരുന്നത്. എൻ്റെ പേര് ദീപു.